കുറേ നാളുകളായി ഫാത്തിമ സഹ്റ വായിച്ചിട്ട്, സ്വർഗീയ ഫാത്തിമ സഹ്റ, നബിപുത്രി ഫാത്തിമ സഹ്റയുടെ ജീവിത ചിത്രം, ഹിജാസുൽ ഹക്കിൻ്റെ രചന. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഹിജാസിൻ്റെ പുസ്തകങ്ങളാണ് കാര്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വായിക്കുന്നത് ബോദിഹിറയാണ്. അതിനു മുമ്പ് വായിച്ചത് ഈ ഫാത്തിമ സഹ്റ, സ്വർഗീയ ഫാത്തിമ സഹ്റ, മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമ സഹ്റയെക്കുറിച്ചുള്ള എഴുത്ത്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷിയ സുന്നി ചരിത്രങ്ങളെ രണ്ടിലും അവലംബിച്ചിട്ട് ഒരു സൂഫി പെർസ്പെക്റ്റീവിലൂടെ എഴുതപ്പെട്ട രചനകളിൽ ഒന്ന് തന്നെയാണിത്. റഫറൻസുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, ഒരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ്. ഇസ്ലാമിലെ ഫെമിനിസം അന്വേഷിക്കുന്നവർ, ഇസ്ലാമിക് ഫെമിനിസത്തെ അന്വേഷിക്കുന്നവർ കൂടുതലായി വായിക്കാൻ തിരഞ്ഞെടുക്കേണ്ട പുസ്തകങ്ങളാണ് ഹിജാസിൻ്റെ സൈനബാണെങ്കിലും കാതലൽ സൈനബാണെങ്കിലും ഈ സ്വർഗീയ ഫാത്തിമ സഹ്റയാണെങ്കിലും എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പ്രധാന മൂല്യം എന്ന് പറഞ്ഞാൽ സൂഫി കൺസെപ്റ്റിലാണെങ്കിലും അതുപോലെ ഷിയ കൺസെപ്റ്റിലാണെങ്കിലൊക്കെ ഏറ്റവും പ്രമുഖമായി പറയപ്പെടുന്ന, ഏറ്റവും പ്രഥമസ്ഥാനീയരായ 5-6 ആളുകൾ എടുക്കുന്ന സമയത്ത് അതിൽ 2 സ്ത്രീകളുണ്ട് എന്നുള്ള കാരണത്താൽ കൂടിയാണ്. അതിലൊന്ന് ഫാത്തിമയാണ്, ഒന്ന് സൈനബാണ്. അത്രത്തോളം ഒരു പ്രഥമ സ്ഥാനം ഇവിടെ സുന്നി പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ നൽകാൻ പറ്റിയൊരു വനിത. നമ്മൾ ഈ പ്രഥമ 10 എടുക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ 10 എടുത്താൽ അതിലുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നൊക്കെ പറഞ്ഞ് പവിത്രതകളൊക്കെ പറയപ്പെടുമെങ്കിലും ഈ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഇങ്ങനെ പ്രഥമ സ്ഥാനം നൽകപ്പെടേണ്ടവരായി ഇങ്ങനെ ആരെങ്കിലും പറയപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആയിഷ വലിയ പണ്ഡിതയാണ്. ഖദീജ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ അവഗണിക്കപ്പെടാനാവാത്ത അധ്യായമാണെന്നൊക്കെ പറയുമെങ്കിലും ഈ സുന്നി ഷിയ പേഴ്സ്പെക്റ്റീവിലൂടെയുള്ള ആ ഒരു ഇസ്ലാമിക ചരിത്രത്തിൻ്റെ വായനയിൽ അവർ ഫാത്തിമക്കും സൈനബിനൊക്കെ കൊടുക്കുന്നൊരു വലിയ വില ഉണ്ട്. അത്രത്തോളം വിലക്ക് ഇവർ ഈ പറയുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലെ വനിതകൾക്കും അതുപോലെ സ്വഹാബി വനിതകൾക്കും ഈ പറയുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ പിൻപറ്റുന്ന സുന്നി പേഴ്സ്പെക്റ്റീവിൽ ഉണ്ടോയെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇനി അതല്ല അത്രത്തോളം പ്രഥമസ്ഥാനം നൽകപ്പെടുന്നുണ്ട് എന്ന് പ്രാമാണികമായി പറയാൻ കഴിയുമെങ്കിൽ, ചോറി വർത്താനം പറയാനാണെങ്കിൽ കമൻറ്റ് ബോക്സ് ഓപ്പണാണ്, നിങ്ങളെ ചോറി തീർക്കി കേൾക്കണവരോടെ പറയണത്. ഇനി അതല്ല അങ്ങനെ ചെയ്യണ കുറേ ആൾക്കാരുണ്ട്, ചോറി തീർക്കാനായിട്ട് കുറേ ആൾക്കാർ, അത് ഞാൻ ലാസ്റ്റ് പറയാം. ഇനി അതല്ല അറിയുന്ന ആളുകളുണ്ടെങ്കിൽ, ഇങ്ങനെയല്ല, ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് തെറ്റാണ്, സുന്നി ചരിത്രകാരന്മാരുടെ കാഴ്ചപ്പാടിലെടുത്താലും ഒരു ആഗോള സുന്നി പെർസ്പെക്റ്റീവിൻ്റെ ഏറ്റവും പ്രബലമായ പ്രമാണപക്ഷം എടുത്തു കഴിഞ്ഞാലും ആ ഒരു പക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ പ്രാഥമികമായി ഇത്ര പേർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന സമയത്ത് ആദ്യത്തെ ഒരു 10 പേരെടുക്കുന്ന സമയത്ത് അതിൽ ഇത്ര പേർ സ്ത്രീകളുണ്ട്, അത് ഇന്ന സ്ത്രീകളാണെന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാമാണികമായി തന്നെ എഴുതിയാൽ എൻ്റെ അറിവിലേക്കായി ഞാനത് സ്വീകരിക്കുകയും എൻ്റെ നിലവിലെ അറിവിനെ ഞാൻ തിരുത്തുകയും ചെയ്യും. ഏതായാലും പറഞ്ഞു വന്നത് ഇതും വളരെ മനോഹരമായൊരു രചനയാണെന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഒരുപാട് അറിവുകളുടെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുടെ ബാഹുല്യം ഇതിലുണ്ടെന്ന് മുമ്പ് വായിച്ച പുസ്തകങ്ങളെ അപേക്ഷിച്ച്, അതായത് ഹസൻ്റെ ജീവചരിത്രം വായിച്ചതും അതുപോലെ സൈനബിനെ വായിച്ചതും അപേക്ഷിച്ച് ഫാത്തിമ സഹ്റയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചധികം അറിവുകളുടെ ബാഹുല്യമുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഞാനത് പറഞ്ഞു ഹിജാസിനോട്. അപ്പോൾ ഹിജാസ് പറഞ്ഞു ശരിയാണ്, അതിൽ കുറച്ചധികം റെഫറൻസിൻ്റെ സംഗതികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിലും ഫാത്തിമ എന്ന അധ്യായം, ഫാത്തിമയുടെ ജീവിതം എന്നത് നമുക്ക് മതിയായ അത്ര ഇല്ല എന്ന് ഞാൻ പറയും. ഒരു വായനക്കാരനെ സംബന്ധിച്ച്, ഒരു അന്വേഷിയെ സംബന്ധിച്ച് ഒക്കെ കുറച്ചുകൂടി വേണമായിരുന്നു അവരുടെ ജീവിതം എന്ന് തോന്നുന്നുണ്ട്. ഇത്രയൊന്നും പോരായിരുന്നു അവരുടെ ജീവിതം. കാരണം മുഹമ്മദ് നബിയെ ഏറ്റവും അടുത്തറിഞ്ഞ ആളുകളിൽ, ഏറ്റവും അടുത്തറിഞ്ഞ, തൊട്ടറിഞ്ഞ ആളുകളിൽ ഒരാളാണ് ഫാത്തിമ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഫാത്തിമയിൽ നിന്ന് കുറച്ചുകൂടി കാലം അവർ ജീവിച്ചിരുന്നെങ്കിൽ കുറച്ചധികം തന്നെ അവരിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. എന്നാൽ അതിന് ഇന്നത്തെ വായനക്കാരെന്ന നിലക്ക് നമുക്ക് ഭാഗ്യമില്ല എന്ന് പറയാം. വളരെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാലം മാത്രമാണ് മുഹമ്മദ് നബിയുടെ മരണശേഷം ഫാത്തിമ ജീവിച്ചിട്ടുള്ളൂ. ഇനി ഈ പറയുന്ന ഫാത്തിമയുടെ ജീവിതവും മരണവും ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഫാത്തിമയുടെ ജീവിതകാലം,
ആ ഒരു സംഗതി മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് വ്യക്തമായി വരുന്ന മറ്റൊരു ചിത്രമുണ്ട്. സുന്നി ഷിയ പിളർപ്പിൻ്റെ ആ ഒരു ചിത്രം. എന്തിനാണ് അവർ തമ്മിൽ ഇത്രത്തോളം വൈരം, എന്തുകൊണ്ട് അവർ ഇത്രത്തോളം അകൽച്ചയിലാണ്? പലപ്പോഴും സുന്നികൾ ഷിയാക്കളെ പരിഗണിക്കാൻ നിൽക്കുമ്പോൾ, സുന്നികളിൽ ചിലരൊക്കെ ഷിയാക്കളെ പരിഗണിക്കാൻ നിൽക്കുമ്പോൾ ഷിയാക്കളിൽ കൂടുതൽ പേർക്കും അതിലധികം തോതിൽ അകൽച്ചയുണ്ട് സുന്നികളോട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മളിങ്ങനെ വിലയിരുത്തുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യം എന്താണ്, കാരണം എന്താണെന്നുള്ളതൊക്കെ ഈ ഒരു പുസ്തകം നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സുന്നി ഷിയ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, അതിൻ്റെ അടിവേരുകൾ തപ്പിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വായിക്കാൻ എന്തുകൊണ്ട് നല്ലൊരു പുസ്തകം കൂടിയാണ് ഫാത്തിമ സഹ്റ. അതേപോലെ തന്നെ ഹിജാസിൻ്റെ പുസ്തകങ്ങൾ ഇതുവരെ എഴുതപ്പെട്ട ബോധിഹിറ, മൗല ഹസൻ, കാതലാൽ സൈനബ്, ഈ ഫാത്തിമ സഹ്റ ഒക്കെ അതിന് ഉപകരിക്കുന്ന ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വായിച്ചറിയാൻ, അന്വേഷിച്ചറിയാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വായിക്കാവുന്ന പുസ്തകങ്ങളാണ്. അതിൽപ്പെട്ട ഒരു നല്ല പുസ്തകം തന്നെയാണ് ഫാത്തിമ സഹ്റ. ഇതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിലർ വെറുതെ ചൊറിയാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും എന്നുള്ളത്. അതായത് ചില ആളുകൾക്ക് മതത്തിനെതിരെ ഒരാൾ പറയുന്നുണ്ട് എന്നറിയുമ്പോഴേക്ക് ആ ആൾ പറയുന്ന എല്ലാം മതത്തിനെതിരാണ്, എല്ലാം വിമർശനമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ഒരു തരം ബയാസോട് കൂടിയിട്ട് ആളുകളെ നോക്കി കാണുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇൻഫിഡൽസ് ചാനലിൽ ചെയ്ത എൻ്റെ ഐ ആം ആൻ ഇൻഫിഡൽ എന്ന് പറയുന്ന വീഡിയോ. ആ വീഡിയോയിൽ ഞാൻ അവിശ്വാസിയാകാനുള്ള കാരണം എന്ന് ഞാൻ പറയുന്നുണ്ട്, കുറച്ചധികം സമയം എടുത്തിട്ട്. പക്ഷെ അതിൻ്റെ ആദ്യത്തെ അരമണിക്കൂറിൽ പ്രത്യേകിച്ച് ഒരു കഥയില്ല എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് അവിശ്വാസിയായി എന്നുള്ളതിൻ്റെ കാര്യകാരണങ്ങളൊന്നുമില്ല. അതിൽ ഇസ്ലാമിനെതിരെ ഞാനൊരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് മാത്രം പറഞ്ഞു വെക്കാണ് അവിടെ ചെയ്തത് ആദ്യത്തെ ഒരു 1/2-3/4 മണിക്കൂറിൽ. അതിന് ശേഷമാണ്, ആദ്യത്തെ ഒരു 30 മിനിറ്റിനൊക്കെ ശേഷമാണ് ഇസ്ലാമിന് എതിരെ എന്ന രീതിയിൽ എനിക്ക് വന്ന ഡൗട്ടുകളും അതുമായി ബന്ധപ്പെട്ട എൻ്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ അതിലേക്ക് ഒരുപാട് പേര് എത്തിപ്പെടുന്നില്ല. പലരും ചെയ്യുന്നത് ആദ്യത്തെ ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ വാച്ച് ചെയ്യുന്നു, എന്നിട്ട് 1/2 മണിക്കൂറിൽ അങ്ങോട്ട് ജഡ്ജ് ചെയ്യാണ്. സത്യത്തിൽ 1/2 മണിക്കൂറിലൊന്നുമില്ല. എന്ന് വെച്ചാൽ വിമർശനപരമായി അല്ലെങ്കിൽ വിശകലനപരമായി ഒന്നും തന്നെ അതിലില്ല. എൻ്റെ ജീവിതത്തിൽ ചില ഈവൻറ്റ്സ് പറഞ്ഞു വെച്ചു എന്നതിനപ്പുറം ഒന്നും അതിലില്ല. എന്നിട്ട് ഈ കാണുന്ന ആളുകൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ ഒരു 1/2 മണിക്കൂർ വെച്ചിട്ട് അങ്ങോട്ട് ജഡ്ജ് ചെയ്യണം. അത് വളരെ രസകരമായ ജഡ്ജിങ്ങുകളാണ്. ഇല്ലോജിക്കൽ എന്നൊക്കെ പറഞ്ഞാണല്ലോ അതിൻ്റെ പീക്കാണ്. അതിലൊരു കൂട്ടർ ഉണ്ട്, നമ്മളിപ്പോൾ അൺമാസ്കിംഗ് അനോമലീസിൽ ഇരിക്കുന്ന ഒരു ജുനൈദൊക്കെ ഉണ്ട്. അവൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട് ചെയ്ത റിയാക്ഷൻ വീഡിയോ ഉണ്ട് അവരുടെ ഒരു ചാനലിൽ. ആ റിയാക്ഷൻ വീഡിയോ നോക്കുമ്പോൾ കോമഡിയാണ്. ഈ 1/2 മണിക്കൂർ തന്നെ അവരെടുത്തിട്ടുള്ളൂ. ആ 1/2 മണിക്കൂർ വെച്ചിട്ട് തന്നെ അവർ പുകമറ സൃഷ്ടിച്ചിങ്ങനെ വിടുകയാണ്. വളരെ വ്യക്തമാണ് അത് വേറൊരു പുകമറ സൃഷ്ടിച്ച് ഇടുക മാത്രമാണ്. അതായത് അവർക്ക് തെളിയിക്കേണ്ടത് അവർ പറയാതെ പറയുന്നതും എന്നാൽ പറഞ്ഞില്ല, ഞങ്ങൾ നേരിട്ട് അങ്ങനെ പറഞ്ഞില്ല എന്ന് വരുത്തുന്നതുമായ സംഭവം ഞാൻ ദർശിച്ച് പോയിട്ടില്ല എന്നുള്ളൊരു സംഗതിയാണ്. അത് നിങ്ങൾ ഇഷ്ടമുള്ളത് വിശ്വസിക്കാമെന്ന് എനിക്ക് പറയാൻ നിർവാഹമുള്ളൂ. ഞാൻ ദർശിൽ പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ എന്നെ അറിയുന്നവർക്കറിയാം. ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടി വീണതല്ലല്ലോ ഇവിടെ. അപ്പോൾ ഞാൻ പോകാതെ നുണ പറയുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എനിക്കെതിരെ ആരോപണങ്ങളുമായി വരികയും എനിക്കെതിരെ ആക്രമണങ്ങളുമായിട്ട് അയാൾ നുണയനാണ്, നുണ പറയാണെന്ന് പറഞ്ഞ ആക്രമണങ്ങളായി വരികയും ചെയ്യുക. ഇന്ന ചുറ്റുള്ള ആൾക്കാരല്ലേ, ഇന്നറിയുന്ന ആൾക്കാരല്ലേ, അവരാരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് പോട്ടെ, ഇവർ പുകമറ സൃഷ്ടിക്കുകയാണ്. അത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയാനും പറ്റില്ല. അവർ ജുനൈദ് അല്ലെങ്കിൽ മറ്റേ ഒപ്പമുള്ള കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞോ എന്ന് അവർ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു എന്ന് ഓപ്പോസിറ്റിലാക്കി സമർത്ഥിക്കാൻ കഴിയില്ല. അതിന് അവർ പ്രയോഗം കൂടി അവിടെ നടത്തുന്നത്. പള്ളിൻ്റെ ഏതെങ്കിലും മൂലൊക്കെ പോയിരുന്നിട്ടുണ്ടാവും എന്ന രീതിയിൽ. അപ്പോൾ ഈ രീതിയിലാണ് അവർ പറയുന്ന എല്ലാം. ഞാൻ അവിടെ പറഞ്ഞു വെച്ചത് കളവാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ 1/2 മണിക്കൂർ മാത്രം എടുക്കുകയാണ്. ഈ 1/2 മണിക്കൂറിൽ പറഞ്ഞതിൽ ഒന്നും അസംഭവ്യമായതൊന്നുമല്ല. ആകെ പറഞ്ഞതിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതുണ്ടായിരിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ 1/2 മണിക്കൂറിനെ കുറിച്ച് അവർ ചെയ്ത ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്തോളൂ. ഇതിപ്പോൾ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞ ഇതാണെങ്കിലും അതിലുള്ള ചില ആൾക്കാരുടെ ചിന്തയുടെ ഒരു ബയാസിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇവർ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞില്ല, പുകമറ സൃഷ്ടിക്കുകയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡൗട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചിടാം. ദർസിൻ്റെ കാര്യത്തിൽ ഏത് ദർസിൽ പഠിച്ചു, എവിടെ പഠിച്ചു, ആര് പഠിപ്പിച്ചു എന്നുള്ള കാര്യം അത് നിലവിൽ ഞാൻ പറയാൻ
ഉദ്ദേശിക്കുന്നില്ല. അത് ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ്. ഞാൻ ചെയ്തു വെച്ച വീഡിയോകളിൽ ഒന്നിൽ മാത്രം ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ പഠിച്ച സ്ഥലങ്ങളിൽ ഒന്ന് എങ്കിലും. ബോധപൂർവ്വം ഞാനത് പറയില്ല. നിലവിൽ ഞാൻ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് പറയേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം ഞാൻ പറഞ്ഞോളാം. നിലവിൽ അത് പറയുന്നില്ല. അതുവരെ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കരുതിയിട്ട് ഞാൻ പഠിക്കാതെ ആവില്ലല്ലോ, അത് ആ ഒരു പാസ്റ്റ് ഇല്ലാതാവില്ലല്ലോ. അത് പോട്ടെ. അപ്പോൾ എന്തായാലും ശരിക്കും ഈ കോണ്ടന്റ് എന്ന് പറയുന്ന സംഗതി, ഈ ഒരു വിഷയം റിലേറ്റഡ് ആയിട്ട് ആ വീഡിയോയിൽ കിടക്കുന്ന അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. എന്നാൽ ഒരുപാട് പേര് അരമണിക്കൂറിൽ ജഡ്ജ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ആ അരമണിക്കൂറിൽ ജഡ്ജ് ചെയ്യേണ്ട സംഗതി ഇല്ലാതിരിക്കുക തന്നെ. അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഏതൊരു വിഷയവും പലരും നോക്കിക്കാണുന്ന ആ രീതിയിലാണ്. ഇപ്പം ഈ ഒരു പുസ്തകത്തിൽ ഞാൻ ഒരിക്കലും ഇസ്ലാമിനെ വിമർശിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഈ പുസ്തകം വായിച്ചു അതിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് പറയാൻ വേണ്ടി, പങ്കുവെക്കാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. ഇതുപോലത്തെ ചെയ്യുന്ന വീഡിയോകളിൽ പോലും ഇവർ നേരെ കാണുന്നത്, ഇവൻ ഇതിൽ മതത്തിനെ ഉദ്ദേശിച്ചെന്തോ പറഞ്ഞു, മതത്തിനെ വിമർശിച്ചെന്തോ പറഞ്ഞു എന്ന രീതിയിൽ കണ്ടിട്ട്, പ്രത്യേകിച്ച് വീഡിയോ മുഴുവൻ കാണുകയോ അതിൽ പറഞ്ഞ് മനസ്സിലാക്കുകയൊന്നും ചെയ്യാതെ ചുമ്മാ അതിൽ ചൊറിക്കാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരക്കാരോടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പുസ്തകത്തിനെ പരിചയപ്പെടുത്തുന്നതിനിടയിൽ ചൊറി കമൻ്റ് ഇടുന്നവരിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞത്. അതപ്പം വിശദീകരിച്ച് പറയാമെന്ന് പറഞ്ഞ സംഗതി ഇത്രയുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുക. കഴിയുമെങ്കിൽ ഇത് വാങ്ങി വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും ഇതിൻ്റെ ഒരു പേജ്, അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്നത് എവിടെ കിട്ടും എന്ന് പറയുന്നത് അഹ്ലുൽ ബൈത്ത് സൂഫി ഫൗണ്ടേഷൻ, അവരാണ് ഇതിൻ്റെ പ്രസാധകർ. അപ്പോൾ അത് എന്തായാലും ഞാൻ ഇതിൻ്റെ അവസാന പേജിൽ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ കൊടുക്കാം ആ പേജ്. ഏതായാലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പുസ്തക സീരീസ് യാഥാർത്ഥ്യമാകാൻ കാരണക്കാരനായ മുഹമ്മദ് റഷീദ് പൊറ്റാരത്ത് എന്നയാളോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹത്തെ ഈ പുസ്തകം വായിക്കുന്നവർ ഓർക്കുകയും അദ്ദേഹത്തിനോടൊരു നന്ദി നിങ്ങൾ മനസ്സിൽ പറയുകയും ചെയ്താൽ അത്രയും നന്നാവും. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഹിജാസിൻ്റെ അറിവുകളിൽ നിന്നുള്ള ഈ ഒരു സമാഹാരങ്ങൾ നമുക്ക് കിട്ടില്ലായിരുന്നു. എന്തായാലും വീഡിയോ കണ്ടതിന് താങ്ക്സ്. അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. തുടർന്നുള്ള മറ്റു വീഡിയോകളുമായിട്ട് വരാം.